ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ. വിഷ്ണു, ഭക്ഷണം കഴിച്ചിട്ട് പോടാ മോനെ. ഞാൻ കഴിക്കണോ വേണ്ടത് ഞാൻ തീരുമാനിച്ചോളാം. എന്റെ കാര്യത്തിൽ കൂടുതൽ ഇടപെടാൻ വരണ്ട. കൃഷ്ണേട്ടാ, എന്താ പറ്റി? എന്താ വിഷമിച്ചിരിക്കണേ? ഒന്നുമില്ലടാ. വിഷ്ണു എന്തിനാ അങ്ങോട്ട് ഒച്ചപ്പാട് എടുത്തുകൊണ്ട് പോകണുണ്ട്? അത് ഓരോരോ പ്രശ്നങ്ങള്. നിനക്കത് പോണ്ടായിരുന്നോ? ഇന്ന് പോണ്ടായിരുന്നു, ലീവായിരുന്നു. ഇരിക്ക്. ശരിക്കും എന്താ കൃഷ്ണേട്ടാ ഇവിടെ ഇപ്പൊ പ്രശ്നം? ഇവിടെ ഇപ്പൊ എന്നും ഒച്ചപ്പാടും വേളാണല്ലോ. വിഷ്ണു ഇപ്പൊ എന്താ ഇവിടെ നിന്ന് വഴക്കിട്ടിറങ്ങി പോകണോണ്ടേ? അവന്റെ കൂട്ടുകെട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാൻ അന്ന് പറഞ്ഞ അവന്റെ കൂട്ടുകെട്ടിൽ എന്തോ പ്രശ്നമുണ്ടെന്ന്. എടാ, എന്റെ കാര്യങ്ങളൊക്കെ നിനക്ക് അറിയാലോ. ആരുമില്ലാത്ത എനിക്ക് അവനോട് വരുമ്പോഴാ ആരെങ്കിലും ഉള്ള ഒരു തോന്നല് തോന്നാറ്. അവനും കൂടി ഇങ്ങനെ ചെയ്താ ഞാൻ പിന്നെ എന്നെ ചെയ്യണേ? ശരിക്കും എന്താ കൃഷ്ണേട്ടാ അവന്റെ പ്രശ്നം? നിങ്ങളത് അന്വേഷിച്ചായിരുന്നു ഞാൻ പറഞ്ഞിട്ട്. അതൊക്കെ ഞാൻ അന്വേഷിച്ചോടാ. നീ പറയുന്ന പോലെ തന്നെ അവന്റെ കൂട്ടുകെട്ട് തന്നെ അവന്റെ പ്രശ്നം. വേണ്ടാത്ത ദുശീലങ്ങൾ ഇപ്പൊ. നീ വിചാരിച്ചാൽ തീർക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളല്ലടാ ഇപ്പൊ ഇവിടെ ഉള്ളൂ. ഞാനന്ന് അങ്ങോട്ട് പോയേക്കോ കൃഷ്ണേട്ടാ. എന്തെങ്കിലും ഉണ്ട് എന്നെ അങ്ങ് വിളിക്കേ. വെച്ചടാ, എങ്ങോടാ? ഇപ്പൊ വരാം. ആളുള്ളപ്പോ വരെന്ന് പറഞ്ഞിട്ടുള്ളതാണ്. സാധനം വാങ്ങാൻ വന്നാണോ? അപ്പൊ നിനക്ക് സാധനം വേണമല്ലേ? വേണം. കാശ് കൊണ്ടുവന്നുണ്ടോ? കാശൊക്കെ സെറ്റാണ്. ഓക്കെ, നാളെ മതി. കുറച്ച് സാധനം വേണം, അതില്ലാണ്ട് എനിക്ക് പറ്റില്ല. ഓക്കെ, നിക്ക. ഈ ഡീല് നമ്മളെ പറഞ്ഞാൽ മതി. വിഷ്ണു, നിന്റെ പോക്ക് ശരിയല്ല. നിന്നെ ഞാൻ എങ്ങനെയാ വളർത്തണേന്ന് നിനക്കറിയാലോ. അതുകൊണ്ട് ഇതിവിടെ വെച്ച് നിർത്തിക്കോ.
എന്നെ ഉപദേശിക്കാനെ കൊണ്ട് മാറിക്കണം. ജേക്കബ്, സാധനം വേണം. സാധനമൊക്കെ തരാം, അതാണ് എൻ്റെ ജോലി. കാശ് കൊണ്ടുവന്നുണ്ടോ? ഇന്നാ. അപ്പൊ നീയാണ് ഇവനെ ഈ നിലയിലെത്തിച്ചേ. നിനക്ക് ചീത്തയേക്കാനും നശിപ്പിക്കാനും കുറെ പിള്ളേരുണ്ടാവും, പക്ഷെ ഇവനെ ഈ കൂട്ടത്തിൽ കൂട്ടണ്ട. നിർത്തിക്കോ നീ, ഇവിടെ വെച്ച് നിർത്തിക്കോ നീ. ഇതൊക്കെ പറയാൻ നീ ആരാണ്? മോനെ സ്ഥലം വരെയാ കളിക്കാൻ നിക്കണ നീ. ഇവരെങ്ങ വിളിച്ച് പോളർക്കാ നീ? പോടാ. കടയാടി മോനെ നീ. ചവിട്ടില്ല. എന്താടാ കാണിച്ചേ? ഡാ ഡാ എന്താടാ നീ ചെയ്തേ? ഇല്ല, ഞാനല്ല ഇത് ചെയ്തേ. ഇല്ല, ഞാനല്ല ചെയ്തേ. ഇല്ല, ഞാനല്ല ചെയ്തേ. ഇല്ല, ഞാനല്ല. നീ പേടിക്കല്ലേ, ആരും കണ്ടിട്ടില്ല. അപ്പൊ നമുക്ക് പോവാം. എടാ എന്തിനാ വിളിപ്പിച്ചേ? കൃഷ്ണേട്ടാ, എന്തൊക്കെയാ എവിടെയാണ് നടക്കുന്നത്? ഞാനാണ് ഈ വീട്ടിൻ്റെ വെളിയിലേക്ക് ഇറങ്ങിയിട്ട് 3-4 മാസമായി. എൻ്റെ ആ ചേട്ടൻ എന്ന് പറയുന്ന പുള്ളി വെളിയിലും പോയില്ല, എന്നെ പുറത്തേക്കും വിടില്ല. എന്നെ ഇവിടെ തന്നെ നിർത്തേക്കാം. ഞാൻ എന്നാ ചെയ്യണ്ടേ? എടാ എല്ലാം പെട്ടെന്ന് ശരിയാവും, നീ ഒന്നിനും പേടിക്കൊന്നും വേണ്ട. ഏതായാലും നിന്റെ ചേട്ടൻ നിനക്ക് ദോഷം വന്നൊന്നും ചെയ്യില്ല. അവൻ നിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് എല്ലാം ചെയ്യുന്നത്. അങ്ങനെ കണ്ടാ മതി നീ, കേട്ടോ? നിങ്ങളെന്നെ പറയുന്നത്? ആ പുള്ളി എന്നെ ഇപ്പോൾ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുക. അന്ന് അവിടെ നടന്ന എന്നാന്ന് പോലും എനിക്കറിയാൻ പാടില്ല. എനിക്ക് എങ്ങനെയാലും ഇവിടെ നിന്ന് വെളിയിൽ പോയാൽ മതി. അവിടെ ഞാൻ തല്ലി കിട്ടു. അവൻ ചത്തോ ജീവിച്ചിരിപ്പുണ്ടോന്ന് പോലും അറിയാണ്ട ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നേ. പിന്നെ എൻ്റെ ചേട്ടൻ എന്ന് പറയുന്നിട്ട് അവൻ്റെ വെച്ചാൽ അവൻ്റെ കാൽ കീഴ് എല്ലാവരും കിടക്കുന്നതെന്നാ. എന്നാൽ അങ്ങനെയൊന്നും അല്ല, അതൊക്കെ അവൻ്റെ വെറും തോന്നല. എന്നെ ആ കൂട്ടത്തിൽ കൂട്ടാൻ നിൽക്കണ്ട. ഞാൻ ഇന്നിവിടെ നിന്ന് പോകും. എന്നാ സംഭവിക്കുന്നത് ഞാൻ നോക്കട്ടെ. നിർത്തടാ. നീ ഇപ്പൊ പറഞ്ഞല്ലോ നിന്റെ ചേട്ടന്റെ കാലിന്റെ കീഴിൽ എല്ലാവരും കിടക്കണേന്ന്. അതുപോലെ തന്നെ ആയിരുന്നു ഒരു കാലത്ത്. നിനക്കറിയാമോ നിന്റെ ചേട്ടൻ ആരാന്ന്? നീ കണ്ടിട്ടുണ്ടോ നിന്റെ ചേട്ടനെ? പക്ഷെ എനിക്കറിയാം. അതെ അക്തറേ, എന്തിനാ കാണണമെന്ന് പറഞ്ഞത്? ഗുണം പറഞ്ഞിട്ടാ വിളിപ്പിച്ചേ. ഗുണയോ? ഇത്ര നാൾ സംഭവിച്ചല്ലോ, അവിടെ ഇരിക്കട്ടെ. ഒരു കോംപ്രമൈസിനെ വിളിച്ചേ. കോംപ്രമൈസിനാണെങ്കിൽ ഫോണിൽ വിളിച്ചപ്പോൾ തന്നെ അങ്ങ് പറഞ്ഞാൽ പോരായിരുന്നു? കോംപ്രമൈസെങ്കിൽ കോംപ്രമൈസ്, എല്ലാം നമുക്ക് ഇവിടെ വെച്ച് തീർക്കാം. പക്ഷെ ടൈസണും ഗുണയും നേരിട്ട് കണ്ട് സംസാരിക്കണം, അല്ലാതെ ഒന്നും തീരാൻ പോണില്ല. ടൈസൺ വന്നിട്ടുണ്ട്, വണ്ടിയിലിരിക്കണ്ട്. ഗുണയും വന്നിട്ടുണ്ട്. എല്ലാം ഒത്തു വന്നാല് ഇനി ഈ പ്രശ്നം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം.
ടൈസൺ വന്നില്ലേ, കോംപ്രമൈസ് ആക്കണ്ടേ? വിളിക്കണേ അവനെ. അവനൊക്കെ വരും. അപ്പൊ എങ്ങനെയാ, കോംപ്രമൈസ് അല്ലേ? എല്ലാം തീർക്കണ നമുക്ക്. ആദ്യം നീ തീരണം. നീ തീർന്നറിഞ്ഞ പിന്നെ ടൈസനും പകുതി തീർന്നു. അപ്പൊ ചതിക്കാനായിരുന്നല്ലോടാ പ്ലാൻ. നീ എന്നടാ വിചാരിച്ച കോംപ്രമൈസും പറഞ്ഞ് ബിരിയാണി നിന്ന് പറഞ്ഞു കൊടുക്കുന്നതാണോടാ? തല്ലിക്കൊല്ലടാ ഈ നായനെ. ഞാൻ വന്നില്ലടാ, വിടറാ അവനെ. ഇങ്ങനെ ഇടിക്കൊണ്ട് തൂറാനാണോ നീ കാറിന് ഇറങ്ങി വന്നേ? കാറിൽ ചെന്നിരിക്കേ, ബാക്കി ഞാൻ നോക്കിക്കോളാം. ഇനി നിന്റെ കയ്യിലല്ല. ചെല്ല് ചെല്ല്. ഗുണ, എന്തും ഞാൻ സഹിക്കും, പക്ഷെ ചതി അത് മാത്രം ഞാൻ സഹിക്കില്ല. നോക്കി നിൽക്കാൻ തല്ലി പൊളിക്കണേ അവനെ. ഡാ ഗുണ, ഈ ടൈസനെ വീഴ്ത്താൻ ചത്തുപോയ നിന്റെ അപ്പൻ വർക്ക് വിചാരിച്ചിട്ടൊന്നും നടന്നിട്ടില്ല, പിന്നെയല്ലേ നീ. ഡാ പന്ന മക്കളെ, 1000 തവണ പറഞ്ഞിട്ടുണ്ട് ടൈസന്റെ പിള്ളേരുടെ അടുത്തും കളിക്കരുതെന്ന്. കളിച്ചവർക്കൊക്കെ ഇതേ അവസ്ഥ ഉണ്ടായിട്ടുള്ളൂ. എൻ്റെ പഴയ സ്വഭാവം ഇടിപ്പിക്കരുത്. നിനക്കാണോടാ ഗുണ അറിയേണ്ടത്? എല്ലാത്തിനും ഇതൊരു പാടായിരിക്കട്ടെ.
എടാ നിന്റെയൊക്കെ കൂടെ കൂടാനും നിന്റെയൊക്കെ പുറകെ വരാനും ഇനി ഞാനില്ല. നിന്റെയൊക്കെ കൂടെ കൂടി കാരണം എൻ്റെ ഒരു അനിയന്റെ ജീവനാ നീയൊക്കെ എടുത്തേ. അതിന് പകരം വിട്ടാനോ നിന്നെ കൊല്ലാനോ എനിക്ക് അറിയാനിട്ടല്ല. എനിക്ക് ഇനിയുണ്ട് ഒരു അനിയൻ. അവനെനിക്ക് പൊന്നു പോലെ നോക്കണം, കേട്ടോ? ഇനി അതിന് തടസ്സായി നീ വളർത്തണ ഏത് നായ വന്നാലും അവന് ഈ ഭൂമി കാണില്ല. അത് നിനക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കണം. ഒന്ന് കേറാൻ കൂടെ എടുത്തു മാറ്റടാ നിന്റെ കാല്. എടാ ഫൈസലേ, നമ്മള് കുറെ മുട്ടിയിട്ടുള്ളതല്ലേ? ഞാൻ നിന്റെ പുറകെന്ന് ചിന്തിച്ചുകൂടെ നിനക്ക്? ഞങ്ങളിവിടെ കൊണ്ടിട്ടിട്ട് നിനക്കൊക്കെ എന്നടാ കിട്ടാൻ പോണേ? എനിക്കൊന്നും കിട്ടാനില്ല. പക്ഷെ ഞാൻ ജീവന തുല്യം കൊണ്ടുവിടുന്ന എന്റെ ജേക്കബിനെ നിങ്ങൾ കൊന്നു. അതിന് പകരം ചോദിച്ചില്ലെങ്കിൽ ഈ ഗുണം പിന്നെ എന്തിനാടാ? ചേട്ടാ, എനിക്കൊരു കയ്യബദ്ധം പറ്റിയതാ. ഞാൻ അറിഞ്ഞുകൊണ്ടൊന്നും ചെയ്തിട്ടില്ല. നിനക്ക് അറിയാണ്ട് പറ്റിയതല്ലടാ. ഗുണ, ഇതിവിടെ വെച്ച് നിർത്തുന്നത് എല്ലാവർക്കും നല്ലത്. പിന്നെ ജേക്കബ്, അവൻ തീരേണ്ടവൻ തന്നെയാ. പണ്ട് നീയൊക്കെ കൂടി ആ ടൈസന്റെ അനിയനെ കൊന്നുകളഞ്ഞു. അതിന്റെ പകരാണെന്ന് കൂട്ടിയാ മതി, വേറൊന്നും നീ കരുതണ്ട. പിന്നെ നിനക്കൊരു വിചാരമുണ്ട്, ഞങ്ങളെയൊക്കെ തീർത്തിട്ട് ഇവിടെ നിന്ന് അങ്ങ് പോവാന്ന്. ചിരിക്കാൻ വരട്ടാ, ചിരിക്കാനുള്ള സമയമൊക്കെ വരണുള്ളൂ. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് ചിരിക്കാം. നിനക്കൊക്കെ ഉള്ള ആള് ദേ വരണൂടാ. ഇനി നിങ്ങൾ തമ്മിലായിക്കോ എന്താന്ന് വെച്ചാ. ആ നീയായിരുന്നോ? ആറ്റിറ്റ്യൂഡും ബഹളമൊക്കെ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു നിന്റെ ആശാൻ ടൈസണാണ്. ടൈസൺ ആണോ? ഞാൻ പോരെ. അവന് വേണ്ട നേരത്തെ കൊടുത്തു വിടറാ. വിളിക്കടാ നിന്റെ ടൈസണെ. നീ വന്നൂല്ലേ? അപ്പൊ എങ്ങനെ കാര്യങ്ങള് ഇവിടെ തീർക്കുമല്ലേ? നീ ഇതുപോലെ എല്ലാം തീർക്കാന്ന് പറഞ്ഞ അന്ന് എന്നെ വിളിച്ചു വരുത്തി. അന്ന് കൊല്ലാണ്ട് വിട്ട നന്ദി ടൈസൺ ഇനി കാണിക്കില്ല. ഞാനൊരു കാര്യം മറന്നു. ഇന്നലെ ജനുവരി 18. ഹാപ്പി ബർത്ത്ഡേ ടു യു. അപ്പോ ജനിച്ച ദിവസം ഞങ്ങൾ തീരുവല്ലേ? പൊന്നു ഗുണേ, ഞാൻ തീരണമെങ്കിൽ ഞാൻ വിചാരിക്കണം. അതിന് നീ വിചാരിച്ചിട്ട് കാര്യമില്ല. വണ്ടി എടുത്ത് മാറ്റിയിട്രാ. നിനക്കുള്ള ആളെ ഞാൻ ഇറക്കിയിട്ടുണ്ട്. അത് ഇവിടെ നിന്നല്ല, അങ്ങ് കൊളത്തൂ പുഴയെന്ന്.
വാടാ. ഡാ ഗുണ, ഞാൻ നിന്നോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട് എൻ്റെ വഴിക്ക് വരരുതെന്ന്. എന്തൊക്കെയായാലും എൻ്റെ ബർത്ത്ഡേറ്റ് നീ ഓർത്ത് ഇവിടം വരെ വന്നതല്ലേ. അപ്പോൾ നിനക്ക് കേക്ക് വേണോ അതോ പടക്കം വേണോ?